ഹായ്, നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ടൈം ആൻഡ് വർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അതിന്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ബേസിക് ലെവലിലാണ് ഇപ്പം ചെയ്യുന്നത്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ടൈം ആൻഡ് വർക്കിന്റെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടൈം ആൻഡ് വർക്കിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റിനും ഓരോ ഡിഫറെന്റ് മെത്തേഡിലും ഡിഫറെന്റ് ടൈപ്പിലുമാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ബേസിക് എഫിഷ്യൻസി മെത്തേഡ് മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് 1 by മെത്തേഡ് ഉണ്ട്, അതല്ലാണ്ട് വേറൊരു റേഷ്യോ മെത്തേഡും ഉണ്ട്. ഇതെല്ലാം ഞാൻ പോകെ പഠിപ്പിക്കാം. അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാകാൻ വേണ്ടി കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസും അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. നോക്കാം എന്തായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്: എ എലോൺ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 6 days. എ ഒരു ജോലി ഒറ്റയ്ക്ക് 6 days കൊണ്ട് തീർക്കുമായിരുന്നു. ഇനി പറയുന്നു ആൻഡ് ബി എലോൺ ക്യാൻ ഡു ഇറ്റ് ഇൻ 8 days. അതേ ജോലി ബി ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് എത്ര ദിവസം വേണ്ടി വന്നു? 8 days വേണ്ടി വന്നു. ഇത് ടൈം ഓഫ് എയും ടൈം ഓഫ് ബിയും ആണ് പറയുന്നത്. എ ഒറ്റയ്ക്ക് ഒരു ജോലി 6 ദിവസം കൊണ്ട് തീർക്കും, ബി ആണെങ്കിൽ ആ ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെ എയും ബിയും കൂടി ആ ഒരു ജോലി ചെയ്തു തീർക്കാൻ തീരുമാനിച്ചു. എത്ര രൂപയ്ക്ക്? 3200 രൂപയ്ക്ക്. ഏതോ ഒരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലി ചെയ്തു തീർക്കാൻ വേണ്ടി അടങ്കൽ കാശായിരുന്നു. ടോട്ടൽ പൈസ ആദ്യമേ ഏൽപ്പിച്ചു, ഒരു 3200 രൂപ നിങ്ങൾക്ക് അങ്ങ് തരും, നിങ്ങൾ എങ്ങനെയോ ചെയ്തു തീർത്തുന്ന അതിന്റെ മുതലാളി പറഞ്ഞു. അപ്പൊ എയും ബിയും കൂടി ആ ജോലി ചെയ്തു തീർക്കാൻ തീരുമാനിച്ചു. എ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ 6 ദിവസം കൊണ്ട് തീർക്കുമായിരുന്നു, എയ്ക്ക് ആ 3200 വാങ്ങാമായിരുന്നു. ബി ആണെങ്കിലോ 8 ദിവസം കൊണ്ട് തീർക്കും, എങ്കിലും ബി ഒറ്റയ്ക്കാണെങ്കിൽ ആ പൈസ മേടിക്കാമായിരുന്നു. പക്ഷേ എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ എന്നാലും നമുക്കറിയാം. പക്ഷെ പ്രശ്നം ഇതാണ്, എന്തായിരുന്നു? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സി. അവർ വേറൊരാരെയും കൂടി അതിന്റെ കൂട്ടത്തിൽ വിളിച്ചു ഹെൽപ്പിന്. അതാരായിരുന്നു? ഒരു തേർഡ് പേഴ്സൺ സി. അങ്ങനെ അവർ 3 പേരും കൂടിയാണ് ആ ജോലി ചെയ്തത്. അങ്ങനെ അവർ 3 പേരും കൂടി ആ ജോലി 3 ദിവസം കൊണ്ട് തീർത്തു എങ്കിൽ ഈ സിക്ക്, ഈ തേർഡ് പേഴ്സൺ സിക്ക് അവർ എത്ര രൂപ കൊടുക്കണമായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ മൊത്തം ചെയ്യേണ്ട. ഈ എമൗണ്ട് വരുന്ന ക്വസ്റ്റ്യനകത്ത് നമ്മൾ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? എഫിഷ്യൻസി വരെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. എങ്കിൽ എഫിഷ്യൻസി ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്കറിയാം എന്തായിരുന്ന മെത്തേഡ്. തന്നിരിക്കുന്ന ടൈമുകളുടെ LCM എടുക്കുക. തന്നിരിക്കുന്ന ടൈമുകളുടെ LCM എത്രയാ? 6, 8, 3. 6ന്റെയും 8ന്റെയും 3ന്റെയും കൂടെ LCM എത്രയാ? 48. 24 എടുക്കാം. 24 എടുക്കാം. 48 എടുത്താലും മതി, 24 എടുത്താലും കിട്ടും. അപ്പം നമുക്ക് കിട്ടി നമ്മുടെ ടോട്ടൽ വർക്ക് എത്രയാ? ടോട്ടൽ വർക്ക് 24 ആയിട്ട് കിട്ടി. എങ്കിൽ എഫിഷ്യൻസി ഓഫ് എ എത്രയായിരിക്കും? എഫിഷ്യൻസി ഓഫ് എ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എഫിഷ്യൻസി ഓഫ് എ എത്രയായിരിക്കും? 24/6. 20 ടോട്ടൽ വർക്ക് ബൈ ടൈം ആയിരിക്കും നമ്മുടെ എന്ത്? എഫിഷ്യൻസി. അപ്പൊ എയുടെ ആണെങ്കിൽ ടോട്ടൽ വർക്കിൽ നിന്ന് 7 ടൈം ഡിവൈഡ് ചെയ്യണം. 24/6 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഇനി എഫിഷ്യൻസി ഓഫ് ബി ആണെങ്കിലോ 24/8 എത്ര കിട്ടും? 3 എന്ന് കിട്ടും. നമുക്ക് സിയുടെ എഫിഷ്യൻസി അറിയില്ല. കാരണം എന്താ? സിയുടെ ടൈം നമുക്കറിയില്ല. പക്ഷെ നമുക്ക് വേറെ രീതിയിൽ കണ്ടുപിടിക്കാം. എങ്ങനെയായിരുന്നു? ഇവിടുത്തെ ടോട്ടൽ ടൈം തന്നിട്ടുണ്ട്. ഇവർ 3 പേരും കൂടി ചെയ്തു തീർത്ത ടൈം നമുക്ക് തന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ടോട്ടൽ എഫിഷ്യൻസി എത്ര കിട്ടും നോക്കാം. ടോട്ടൽ എഫിഷ്യൻസി എത്ര? ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം ആണ് ടോട്ടൽ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് നമുക്കറിയാം 24 ആണെന്ന്. ടോട്ടൽ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 3 days. 24/3. അപ്പൊ നമുക്ക് ടോട്ടൽ എഫിഷ്യൻസി എത്ര കിട്ടി? 8 days എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി 8 എന്ന് പറയാൻ അർത്ഥം എന്താ? എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ആണെന്ത്? ഈ പറയുന്ന 8. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, എഫിഷ്യൻസി ഓഫ് എ 4 ആണ്, ബി 3 ആണ്. എങ്കിൽ എ പ്ലസ് ബി നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 7 കിട്ടുന്നുണ്ട്. എങ്കിൽ ആ 7ന്റെ കൂടെ സിയുടെ 1 കൂടി കൂട്ടിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ ടോട്ടൽ എഫിഷ്യൻസി 8 ആവുള്ളൂ. ഉറപ്പായിട്ടും സിയുടെ എഫിഷ്യൻസി നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് കിട്ടി? എഫിഷ്യൻസി ഓഫ് സി 1 എന്ന് കിട്ടി. നമുക്ക് ഈ ഒരു എമൗണ്ടിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇനി ബാക്കി നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇതങ്ങ് മായ്ക്കാണ്. നമുക്ക് എഫിഷ്യൻസി വരെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. കാരണം എന്താ? ഈ എമൗണ്ട് ഡിവൈഡ് ചെയ്യുന്ന എപ്പോഴും എന്തിലായിരിക്കും? എഫിഷ്യൻസിയിലായിരിക്കും. എങ്കിൽ എഫിഷ്യൻസി ചെയ്ത് നോക്കാം. എത്ര കിട്ടും? ഈ പറയുന്ന 3200 രൂപേനെ നമ്മൾ ടോട്ടൽ എഫിഷ്യൻസി എത്രയായിരുന്നു? ഇവരുടെ എഫിഷ്യൻസി, എയുടെ എഫിഷ്യൻസി 4:3:1 എന്നല്ലേ കിട്ടിയേ? അങ്ങനെയാണെങ്കിൽ എക്ക് 4 ആണ്, ബിക്ക് 3 ആണ്, സിക്ക് 1 ആണ്. ടോട്ടൽ എഫിഷ്യൻസി എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഇൻറ്റു നമുക്ക് വേണ്ടത് എമൗണ്ട് ഓഫ് സി ആണ്. സിക്ക് എത്ര രൂപ കൊടുക്കും എന്നല്ലേ ചോദിച്ചു. ഹൗ മച്ച് ഡിഡ് ടു ബി പെയ്ഡ് സി? സിക്ക് എത്ര രൂപ പേ ചെയ്യുന്നല്ലേ? അപ്പൊ സിക്ക് ചെയ്യാൻ ടോട്ടൽ വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ റേഷ്യോ ഇൻറ്റു ഇൻഡിവിജ്വൽ റേഷ്യോ. സിയുടെ റേഷ്യോ മാത്രം കണ്ടുപിടിച്ചാൽ മതി. എത്ര കിട്ടും? 400 രൂപ എന്ന് കിട്ടും. അതായത് 32/8. 4 കിട്ടും. 4 × 100 400 എന്ന് കിട്ടും. അപ്പൊ സിക്ക് എത്ര രൂപ പേ ചെയ്യണം? 400 രൂപ പേ ചെയ്യണം. ഇനി അതേ കണക്ക് തന്നെ എമൗണ്ട് പേ ടു എ ആണെങ്കിലോ എയ്ക്ക് എത്ര പേ ചെയ്യണമായിരിക്കും? 3200/8 ഇൻറ്റു റേഷ്യോ ഓഫ് എ.
എത്ര കിട്ടും? ഇവിടെ 4 × 4 1600 rupees എന്ന് കിട്ടും. ഇനി അത് കണക്ക് എമൗണ്ട് പേ ടു ബി ആണെങ്കിലോ സെയിം 3200 ഡിവൈഡ് ബൈ 8 ഇൻറ്റു റേഷ്യോ ഓഫ് ബി എത്ര കിട്ടും? 3 × 4 എത്ര കിട്ടും? 1200 എന്ന് കിട്ടും. ഇതായിരിക്കും ഇൻഡിവിജ്വലായിട്ട് അവർ വീതിച്ചെടുക്കുന്ന പൈസ. 1600 രൂപ എടുക്കും, 1200 രൂപ ബി എടുക്കും, 400 രൂപ എന്തായിരിക്കും സി എടുക്കും. കാരണം എന്താ? അവർ എത്ര റേഷ്യോയിലാണ്, അവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്താണോ ആ റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ എമൗണ്ട് ഡിവൈഡ് ചെയ്തെടുക്കും. നമ്മൾ ഇതൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസർ ജസ്റ്റ് എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? 400 മാത്രം കണ്ടുപിടിച്ചാൽ മതി. എങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ബാക്കിയും കൂടെ ചെയ്തതേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? എ ക്യാൻ ലേ എ റെയിൽവേ ട്രാക്ക് ബിറ്റ്വീൻ 2 given station in 16 days and B can do the same job in 12 days. With the help of C, they did the job in 4 days. Then C alone can do the job in. ഇവിടെ എമൗണ്ട് അല്ല, നേരത്തെ തന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് എന്താണ്? ഇവിടെ സിക്ക് കിട്ടുന്ന എമൗണ്ട് അല്ല, സി ഒറ്റയ്ക്ക് ഈ ജോലി എപ്പോൾ തീർക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഏത് രീതി ചോദിച്ചാലും നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റണം. ഇതൊക്കെ ഞാൻ എഫിഷ്യൻസി മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇതേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, 1 by മെത്തേഡിലും കൂടി ചെയ്തു തരാം. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം ആ രീതി ചെയ്യാം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടാണ്, ഞാനിപ്പോൾ അത് ഒഴിവാക്കിയേക്കുന്നത്. അപ്പോൾ നോക്കാം. എയുടെ ടൈം എത്രയായിരുന്നു ഇവിടെ ക്വസ്റ്റ്യൻ? എയുടെ ടൈം 16 days ആയിരുന്നു. ബിയുടെ ടൈമോ 12 days ആയിരുന്നു. സിയുടെ ടൈം നമുക്ക് തന്നിട്ടില്ല, പക്ഷേ അവർ 3 പേരും കൂടി ചേർന്ന് 4 ദിവസം കൊണ്ട് ആ ജോലി തീർത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. എത്രയാ? അപ്പം ഇവിടെ എത്രയാ? LCM ഓഫ് 16, 12 and 4. അപ്പം LCM ഓഫ് 16, 12 എത്ര കിട്ടും? 16 × 3 48, 12 × 4 48, 4 × 12 48. അപ്പോൾ നമുക്ക് LCM എത്ര കിട്ടും? ടോട്ടൽ വർക്ക് നമുക്ക് 48 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി ഓഫ് എ എത്രയായിരിക്കും? ടോട്ടൽ വർക്ക് ബൈ ടൈം ഓഫ് എ എത്ര കിട്ടും? 4 എന്ന് കിട്ടും, 3 എന്ന് കിട്ടും. ഇനി എഫിഷ്യൻസി ഓഫ് ബി 48/12 4 എന്ന് കിട്ടും. ഇനി ടോട്ടൽ എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി. കാരണം എന്താ? ടൈം ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ആണ് നമുക്കറിയാവുന്ന 4. എങ്കിൽ എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി 48/4 എത്ര കിട്ടും? 12 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എഫിഷ്യൻസി എ പ്ലസ് ബി പ്ലസ് സി അറിയാം, എഫിഷ്യൻസി എ പ്ലസ് ബി അറിയാം. എ പ്ലസ് ബി എത്രയാ? 7. എങ്കിൽ ഇതിന്റെ കൂടെ എന്തോ നാട് ചെയ്യുമ്പോൾ എന്ത് എഫിഷ്യൻസി ഓഫ് സി കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടണം. എങ്കിൽ എഫിഷ്യൻസി ഓഫ് സി എത്രയായിരിക്കും? 5 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എഫിഷ്യൻസി ഓഫ് സി ആയി. അപ്പൊ സി ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 5 ജോലി ചെയ്യും. ടോട്ടൽ എത്ര ജോലി ഉണ്ടായിരുന്നു? ടോട്ടൽ 48 ജോലി ഉണ്ടായിരുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി ഒറ്റയ്ക്ക് ഈ ജോലി എപ്പോൾ തീർക്കും എന്നല്ലേ? സി ഒറ്റയ്ക്ക് ഈ ജോലി എപ്പോൾ തീർക്കും? ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് സി ആയിരിക്കും എന്ത്? ടൈം ഓഫ് സി. ടൈം ഓഫ് സി എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ഓഫ് സി. ടോട്ടൽ വർക്ക് എത്രയായിരുന്നു? ടോട്ടൽ വർക്ക് 48 ആയിരുന്നു. എഫിഷ്യൻസി സി എത്രയായിരുന്നു? 5 ആയിരുന്നു. 48/5 days ആയിരിക്കും ഈ പറയുന്ന സിയുടെ ടൈം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആക്കിയാൽ 9/3/5 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഡേയ്സ് 9/3/5. ഇത് രണ്ടിൽ ഏത് എഴുതിയാലും കുഴപ്പമില്ല. അത്രയും ഡേയ്സ് കൊണ്ടായിരിക്കും എന്ത്? സി ഒറ്റയ്ക്ക് ജോലി തീർക്കുന്നത്. അപ്പോൾ അത്രയും സിമ്പിളാണ്. നമുക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ അത്ര എളുപ്പമാണ്. ഇനി പോകെ ഞാൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരാം. വേറെ മെത്തേഡിലും ക്വസ്റ്റ്യൻ ചെയ്തു തരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാം എന്താണെന്ന്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എക്സ് ആൻഡ് വൈ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 days and 12 days റെസ്പെക്റ്റീവ്ലി. എക്സ് സ്റ്റാർട്ടഡ് ദ വർക്ക് alone and then after 4 days y joined him. Till the work completion of the work, how long did their work last? Okay. എന്തായിരുന്നു ഇവിടെ പറയുന്നത്? എക്സ് ആൻഡ് വൈ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 days. എക്സും വൈയും കൂടി ചേർന്ന് ഒരു ജോലി എപ്പോൾ തീർക്കും? 20 ദിവസം കൊണ്ട് തീർക്കും. 20 ദിവസം കൊണ്ട് തീർക്കുന്നല്ല, 20 and 12 days റെസ്പെക്റ്റീവ്ലി. എക്സ് 20 days കൊണ്ടും വൈ 12 days കൊണ്ടും ആ ജോലി തീർക്കുമായിരുന്നു. എന്നിട്ട് പറയുന്നു എക്സ് സ്റ്റാർട്ട് ദ വർക്ക് അലോൺ ആൻഡ് ദെൻ ആഫ്റ്റർ 4 days വൈ ജോയിൻ. എക്സ് മാത്രം എത്ര ദിവസം ജോലി ചെയ്തു? ഒരു 4 days വർക്ക് ചെയ്തു. അതിനുശേഷമാണ് വൈ വരുന്നത്. എങ്കിൽ അവർ ഈ ജോലി ചെയ്ത് തീർക്കാൻ എത്ര സമയം എടുക്കും എന്നല്ല ചോദ്യം. വളരെ ഈസി ആയിട്ട് കിട്ടും. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ പറയുന്ന നമ്പറുകളുടെ ഈ പറയുന്ന തന്നിരിക്കുന്ന ഡേയ്സിന്റെ LCM എടുക്കുക. 20ന്റെയും 12ന്റെയും LCM എത്രയാ? 20 12 ആകുമ്പോൾ 60 കിട്ടും. ടോട്ടൽ വർക്ക് എത്ര കിട്ടും? 60 കിട്ടും. എങ്കിൽ
എഫിഷ്യൻസി ഓഫ് എക്സ് എത്ര കിട്ടും? എഫിഷ്യൻസി ഓഫ് എക്സ് 60/20 3 കിട്ടും. എഫിഷ്യൻസി ഓഫ് വൈ 60/12 5 കിട്ടും. അപ്പൊ അവർ രണ്ടുപേരും ഒരു ദിവസം ചെയ്യുന്ന ജോലി കിട്ടി. ഇനി പറയുന്നു എക്സ് മാത്രം 4 ദിവസം ചെയ്തു. അപ്പൊ ഒരു ദിവസം 3 ജോലി ചെയ്തു. അങ്ങനെ 4 ദിവസം വർക്ക് ചെയ്താൽ വർക്ക് ഡൺ ബൈ എക്സ് എത്രയായിരിക്കും? അയാളുടെ എഫിഷ്യൻസി 3 ആണ്. അതായത് എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഒരാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി. അപ്പൊ എക്സ് ഒരു ദിവസം 3 ജോലി ചെയ്യും. അങ്ങനെ അയാൾ എത്ര ദിവസം ജോലി ചെയ്തു? 4 ദിവസം ജോലി ചെയ്തു. ആര് ടൈം മനസ്സിലാക്കണം. അയാൾ ഒരു ദിവസം 3 വർക്ക് ചെയ്യും. അങ്ങനെ 4 ദിവസം വർക്ക് ചെയ്തു. അപ്പൊ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തു? 12 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാലൻസ് എത്ര വർക്ക് ഉണ്ടെന്ന് നോക്കാം. ടോട്ടൽ 60 വർക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി റിമൈനിങ് വർക്ക് എന്ന് വെച്ചാൽ എത്രയായിരുന്നു? 60 - 12 48 വർക്ക് ബാക്കിയുണ്ട്. ഈ 48 വർക്ക് ചെയ്യാനായി ആരൊക്കെ ഉണ്ട്? ഈ പറഞ്ഞ എക്സിന്റെ കൂടെ ആരും കൂടി വന്നു? വൈ കൂടി ജോയിൻ ചെയ്തു. അപ്പം വൈയുടെ എഫിഷ്യൻസി നമുക്കറിയാം 5 ആണെന്ന്, എക്സിന്റെ എഫിഷ്യൻസി നമുക്കറിയാം 3 ആണെന്ന്. എങ്കിൽ ഇനി നമ്മൾ എക്സും വൈയും കൂടി ചെയ്യാൻ എടുക്കുന്ന ടൈം കണ്ടുപിടിക്കാൻ റിമൈനിങ് എഫിഷ്യൻസി റിമൈനിങ് വർക്ക് ബാക്കി എത്ര വർക്ക് ഉണ്ടോ അതിൽ നിന്നും അവരുടെ എഫിഷ്യൻസി ഡിവൈഡ് ചെയ്താൽ മതി. സം ഓഫ് എഫിഷ്യൻസി എത്രയാ? 5 + 3 8 48/8 എത്ര കിട്ടും? 6 ഡേയ്സ് കൊണ്ട് അവർ ആ വർക്ക് തീർക്കും. അതെന്താ ഇവിടെ 8 എടുക്കാൻ കാര്യം? ടൈം ഓഫ് എക്സ് പ്ലസ് വൈ ആണ് വേണ്ടതെങ്കിൽ എഫിഷ്യൻസി ഓഫ് എക്സ് പ്ലസ് വൈ എടുക്കണം. ടൈം ഓഫ് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ എഫിഷ്യൻസി ഓഫ് എക്സ് പ്ലസ് വൈ എടുക്കണം. അങ്ങനെ എടുത്തെങ്കിലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ടോട്ടൽ ടൈം കിട്ടുള്ളൂ. എയും ബിയും കൂടെ എക്സും വൈയും കൂടെ ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 6 ഡേയ്സ് കിട്ടി. പക്ഷേ വേണ്ടത് എന്താ? ഹൗ ലോങ് ഡിഡ് ദ വർക്ക് ലാസ്റ്റ്? എപ്പോഴാണ് വർക്ക് തീർന്നത്? പക്ഷേ അതിൽ 6 അല്ല ആൻസർ. കാരണം എന്താ? ആൾറെഡി എ ഒരു 4 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അവർ 6 ദിവസം വർക്ക് ചെയ്യുന്നത്. ഓപ്ഷനിൽ ഉറപ്പായിട്ട് 6 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് വെച്ചാൽ ടോട്ടൽ ടൈം എത്രയായിരിക്കും? 6 + 4 10 ഡേയ്സ് ആയിരിക്കും. ആ ഒരു ജോലി തീർക്കാൻ നമുക്ക് എത്ര ദിവസം വേണ്ടി വരും? 10 ഡേയ്സ് വേണ്ടി വരും. അപ്പൊ ഈ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചേക്കുക. ഇനി ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരാം. കാരണം ഏതാണ്ട് ഏകദേശം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ എന്ത് ചെയ്യാം? ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എ ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ 24 ഡേയ്സ്, ബി ഇൻ 9 ഡേയ്സ് ആൻഡ് സി ഇൻ 12 ഡേയ്സ്. ബി ആൻഡ് സി സ്റ്റാർട്ട് ദ വർക്ക് but are forced to leave after 3 days. The remaining work was done by A in. അച്ഛാ ബാക്കിയുള്ള വർക്ക് എ എത്ര ദിവസം കൊണ്ട് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നും കൂടി ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഒരു 24 ഡേയ്സ് കൊണ്ട് വർക്ക് ചെയ്യും, ബി ആണെങ്കിൽ 9 ഡേയ്സ് കൊണ്ട് വർക്ക് ചെയ്യും, സി ആണെങ്കിൽ 12 ഡേയ്സ് കൊണ്ട് വർക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് ഇൻഡിവിജ്വൽ കാര്യങ്ങളൊക്കെ അറിയാം. ഇതിൽ പറയുന്നു ബിയും സിയും കൂടാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അവർ എത്ര ദിവസം വർക്ക് ചെയ്തു? 3 ദിവസം വർക്ക് ചെയ്തു. അതിനുശേഷം ബിയും സിയും പോയി. എങ്കിൽ ബാക്കിയുള്ള ജോലി ചെയ്യാൻ എക്ക് ഒറ്റയ്ക്ക് എത്ര ദിവസം എടുത്താൽ ബാക്കിയുള്ള ജോലി തീരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇപ്പം ചെയ്ത് അതേപോലെ മെത്തേഡിൽ അങ്ങ് ചെയ്താൽ മതി. പക്ഷേ അത് ചെയ്താൽ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കിയേക്കാം. ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ഞാൻ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇത് വളരെ എളുപ്പമാണ്, നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ചെയ്താൽ സ്വന്തമായിട്ട് ചെയ്താൽ ഇതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം കാണാം. ബൈ.